Okay. So now what is okay, fine. Yeah. So back to professional Akshay. So, ഞാൻ തുമ്പേരി വരുന്നതിന് മുമ്പേ കേട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള കഥകളിലാണ് ഞാൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആൻഡ് അതേസമയം തന്നെ വെരി വാവ് മൂവ്മെൻ്റ് അടിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ റിലയൻസ് തുമ്പേനെ ഇതാക്കുന്നുള്ളൊരു പോയിൻ്റായി. അപ്പം 600 കോടിയാണ് റിലയൻസ് തുമ്പയ്ക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തെന്നുള്ളൊരു സാധനം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. ഓഫീസ് സ്പേസ് ആൻഡ് പൂന, ഈ കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ തുമ്പയിൽ വർക്ക് ചെയ്യുമ്പോൾ ഐ ആം ഇവോൾവിങ് ആൻഡ് മൈ കൺഫ്യൂഷൻ സ്റ്റേറ്റ്സ് ആർ ബിക്കമിങ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. I really want to know how you guys pictured that project to. അതായത് അവർ വെറുതെ തരില്ല 600 കോടി. അതിൻ്റെ മോട്ടീവ് എങ്ങനെയാണ് ആ പിച്ചിന് പോയത്, അതിൻ്റെ കോസ് എങ്ങനെയാണ്, ദാറ്റ്സ് ഹൗ യുവർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് എവ്രിതിങ്, അതിലുള്ള എന്തൊക്കെ യുണീക്നെസ് ആണ് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുത്തിയിട്ടുള്ളത്. അത് why I am asking is that is really important right now to we are going and asking to people, you know. So my confidence is that അതുപോലുള്ളൊരു ടീമിന് അണ്ടർസ്റ്റാൻഡ് ആയി, how they understood. Okay. So നെറ്റ്വർക്ക് തുമ്പ തുടങ്ങുന്നതിന് മുന്നേ ബിൽഡ് ആയിട്ടുള്ളതാണ്. 600 CR ആക്ച്വലി റേസ് ആയത് അത് റിലയൻസ് അല്ല. റിലയൻസ് നമ്മളടുത്ത് എൻക്വയറി മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിൻ്റെ മുന്നേ, അത് വയനാട്ടിലേക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ തുമ്പ വേറൊരു കോൺസെപ്റ്റ് മാത്രമായിരിക്കുന്ന സമയത്താണ് ആ 600 CR റേസ് ചെയ്തത്. അത് തുമ്പയ്ക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. തുമ്പ ഒരു ബ്രാൻഡായിട്ട് യൂസ് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളുടെ തോട്ട്സും നമ്മളുടെ കഴിവുകളൊക്കെ, നമ്മളൊരു 7 പേരുണ്ടായിരുന്ന ഗ്രൂപ്പായിരുന്നു അന്ന്. അപ്പോൾ നമ്മളുടെ കഴിവുകളൊക്കെ അവർക്ക് വേണമായിരുന്നു അവരുടെ പ്രോജക്റ്റിൽ. ആ ഓർഗനൈസേഷൻ എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ കൊറോണ തുടങ്ങിയ സമയത്താണ് കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഫുഡിന്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലം നിൽക്കുന്നത്, എല്ലാവർക്കും എല്ലാ കാലത്തും നീഡ് ഉള്ള ഒരു സാധനം ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫുഡിന്റെ ബിസിനസ് കുറെ കാലം നിലനിൽക്കുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ ആക്ച്വലി അത്രയും കോൺഫിഡൻസിൽ അത്രയും ഫണ്ട് റേസ് ചെയ്തത്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രം റേസ് ചെയ്തതല്ല, അത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ട്, പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പൂൾ ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണത്. പക്ഷെ നമ്മളെ പ്രൊജക്റ്റ് ആൾക്കാർ കാണിച്ചു കൊടുത്തിട്ടാണ് ഇതൊക്കെ പൂൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മളെ പ്രൊജക്റ്റ് മാത്രമല്ല, അത് വേറെ കുറെ സാധനങ്ങളുണ്ട്. അത് മാത്രമല്ല, അത് വെറും പ്രോഫിറ്റ് ജനറേഷൻ മാത്രമാണ്. സൊല്യൂഷൻ സോൾവ് ചെയ്യണം എന്നൊരു ആഗ്രഹം അത് കൊണ്ട് നടക്കുന്ന പാരന്റ് ഓർഗനൈസേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ അവരിപ്പോഴും ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല. അന്ന് ഞങ്ങളെ പോലുള്ള ഒരു വർക്ക് ഫോഴ്സ് വരെ കൂടെ ഉള്ളത് കൊണ്ടുള്ള ഒരു എനർജി ആയിരുന്നു അത്. ആ വർക്ക് ഫോഴ്സ് മൊത്തം ബാക്ക് ഓഫ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ അപ്പോൾ ഇത് വേറൊരു കോൺസെപ്റ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, ഇത് വർക്കാവുക. കാരണം ഇതൊക്കെ കോൺസെപ്റ്റ് മാത്രമാണ്, പക്ഷെ പലതും നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, വർക്കാവണം കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഒരു കോളേജിന്റെ ഒരു ബബിളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചപ്പോഴുള്ള കോൺഫിഡൻസ് മാത്രമായിരുന്നു. റിയൽ വേൾഡിൽ, പുറത്തുള്ള വേൾഡിൽ, പ്രൊഫഷണൽ വേൾഡിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ശരിക്കുള്ള സിസ്റ്റം നിലനിൽക്കുന്ന ഒരു വേൾഡിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് അറിയില്ലായിരുന്നു ശരിക്കും. അപ്പോൾ അത് ആക്ച്വലി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഈ ഓർഗനൈസേഷൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയം, ഡിറ്റാച്ച്ഡ് ആയ ഓർഗനൈസേഷൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നൊക്കെ വിചാരിച്ചു, അത് വർക്കാവും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയില്ല. അപ്പൊ അത് ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയാണ് വയനാട്ടിലേക്ക് എത്തിച്ചത്. മാത്രമല്ല PT ജോൺ എന്ന് പറയുന്ന അയാളെ ഒരു PT ജോണിന്റെ ഒരു വീഡിയോ കോൾ, ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ടായി. അപ്പോൾ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ആ ഒരു കർഷക സമരത്തിനെ കുറിച്ചുള്ള ഒരു കോളായിരുന്നു അത്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു കർഷക നേതാവിന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോരണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അയാളെ റെസ്പോൺസിബിൾ ആയിട്ട് ഇത് കൈകാര്യം ചെയ്യുള്ളൂ എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലായത്. അപ്പൊ അതങ്ങനെയാണ് ജോണറ്റിന്റെ അടുത്ത് എത്തുന്നത്. ജോണറ്റിന്റെ അടുത്ത് പ്രോജക്റ്റ് അവതരിപ്പിച്ച സമയത്ത് ഐ ഡോണ്ട് നോ ഈവൻ ഹി ആൾസോ അണ്ടർസ്റ്റുഡ് ലോട്ട് ഓഫ് ഇറ്റ്.
മേ ബി ഈ സോ ഇറ്റ് ആസ് എ യങ് പ്രോജക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം പല രീതിയിൽ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും നമുക്കറിയില്ല എങ്ങനെ തുടങ്ങണം. കുറേ സ്ഥലത്ത് പോയി നോക്കി, കുറേ ആൾക്കാരെ നമ്മൾ മാഡ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഇതെന്താ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്, കുട്ടികളെ എനിക്ക് ഭ്രാന്താട്ടോ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തില്ല എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് എന്താ സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 2 വാക്കിൽ പറയൂ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ 2 വാക്കിൽ പറയാൻ പറ്റാണ്ട ഉള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു കുറേ കാലത്തേക്ക്. അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസമെങ്കിലും മിനിമം ഞങ്ങളെ കൂടെ ജീവിച്ചാലുള്ള ഒരാൾക്ക് ഇതെന്താ പ്രോജക്റ്റ് എന്ന് മനസ്സിലാവാന്നുള്ള പോലത്തെ ഒരു സാധനമാവാൻ തുടങ്ങി. സോ വി ഡിസൈഡഡ് ടു ആക്ച്വലി ഇംപ്ലിമെന്റ് ഇറ്റ് ആൻഡ് സി. കുറെ ആൾക്കാരെ ഗ്യാദർ ചെയ്യണ്ടായി നമ്മൾ തന്നെ അങ്ങനെ ചെയ്യാന്നുള്ള ഒരു രീതിയിൽ അത്രയും ദേഷ്യം പിടിച്ച് അത്രയും അജിറ്റേറ്റഡ് അത്രയും ആക്റ്റീവ്ലി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഫണ്ട് കിട്ടി. പിന്നെ എപ്പോൾ ചോദിച്ചാലും ഫണ്ട് കിട്ടും എന്നുള്ളതായിരുന്നു നമ്മുടെ കോൺഫിഡൻസ്. ഡിസൈൻ എപ്പിതെറ്റ് അപ്പോഴേക്കും നല്ല പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു പെർ മന്ത് ഒരു അത്യാവശ്യം പ്രോജക്റ്റ്. ഡിസൈൻ എപ്പിതെറ്റ് ഈസ് ദി ഫസ്റ്റ് കമ്പനി ഹു ഫണ്ടഡ് തുമ്പ. Okay, I think Tumba started through Design Epithet. Like Design Epithet bring up a concept called something എന്തൊരു ബാക്ക്യാർഡ് പോലത്തെ അങ്ങനെ എന്തായിരുന്നു അതിന്റെ പേരാണ്. ആ കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്തൽമണ്ണ പോലത്തെ ഒരു സ്ഥലത്ത്, പെരുന്തൽമണ്ണയിലാണ് ആ കോൺസെപ്റ്റ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. പെരുന്തൽമണ്ണ പോലത്തെ ഒരു സ്ഥലത്ത്, അതായത് EMSന്റെ നാടാണ് പെരുന്തൽമണ്ണ. അവിടെ നമ്മുടെ സിറ്റിന്റെ സൈഡിൽ ധാരാളം ഫാമിംഗ് ലാൻഡ് ഉണ്ട്. അത് സിറ്റി അങ്ങോട്ടേക്ക് വളർന്നതാണ്. അപ്പോൾ അവിടെ ഒരു ബൈപ്പാസ് വന്നു. അപ്പോൾ അത് ആ ബൈപ്പാസിന്റെ ചുറ്റോറുള്ള ഫാമിംഗ് ലാൻഡ് സിറ്റി ആയി. അതൊരു 40-50 ഏക്കറോളം ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അത്രയും ഫാമിംഗ് ലാൻഡ് വെറുതെ കിടക്കുക. അപ്പോൾ അവിടേക്ക് ഇനി അതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ അഭിപ്രായം അതൊക്കെ തൊടികളാക്കിയിട്ട് അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വരണം, അത് ടൗൺ ആവണം എന്നുള്ളതാണ്. അപ്പോൾ കൺസേൺ ഇതാണ്, എന്ത് ടൗൺഷിപ്പുകൾ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊണ്ടുവരിക അങ്ങനെയൊക്കെയാണ്. സോ അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് എന്നുള്ള ചിന്ത എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് ആൾക്കാർക്ക് കൃഷിക്കാർ ഇങ്ങനെയാണ് ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സിബിഷൻ സ്പേസ് ആയിക്കൂടാ. അത് പെയ്ഡ് ടിക്കറ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് ഉള്ളിൽ കയറാം, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പല അമ്യൂണിറ്റീസും യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്പേസ് ആയിക്കൂടാ. എന്തുകൊണ്ട് കൃഷി വെച്ചിട്ട് ഈ ബിൽഡിങ്ങുകൾ വരുന്ന അതേപോലെ തന്നെയുള്ള വാടകകൾ ഇവർക്ക് കിട്ടിക്കൂടാ. അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ ഒരു ഡിസൈൻ പുള്ളി ഉണ്ടാക്കിയത്. സോ അത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ആ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 8 മാസം റിസർച്ച് ആയിരുന്നു. 8 മാസം പോകുന്ന നമ്മൾ വിചാരിച്ചില്ല, 2-3 മാസം എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തുടക്കത്തിലേക്ക് നമുക്ക് എന്താ ചെയ്യണമെന്ന് കിട്ടാത്ത കുറെ കളികളും, പിന്നെ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഇതൊരു 1.5 ഇറങ്ങലായിരിക്കും. അപ്പോൾ എനിക്ക് കുറേ വാലിഡേഷൻ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ബേസിക്കലി അപ്പോഴാണ് തനുവേട്ടനൊക്കെ കാണുന്നത്. തനുവേട്ടൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു ഒരാഴ്ച, ബബിൾ റാപ്പിലായിരുന്നു. ബബിൾ റാപ്പിലാണ് ആദ്യം പോയത്. എൻ്റെ അവിടെ ഹരിയേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ തനുവേട്ടനും ഹരിയേട്ടനൊക്കെ കുറേ മെന്റർഷിപ്പ് തന്നു, ഇങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം, ഞാൻ സൂക്ഷിക്കണം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് എങ്ങനെ ടേക്കപ്പ് ചെയ്യണം, ഇത് ഈ ലോകത്തിനെ ബാധിക്കുന്നതല്ല, അത് എൻ്റെ നാട്ടിനെ മാത്രം ബാധിക്കുന്നതാണ് എന്നുള്ളൊരു ധാരണയിൽ ടേക്കപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസും ഒരു ഡയറക്ഷനും കിട്ടിയത്. അതായത് ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള പ്രശ്നം എന്ന് ഞാൻ കൃഷിയെ കുറിച്ചുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അത് വളരെ എന്താ പറയുക, അപ്പൊ എനിക്ക് കുറച്ചുകൂടി ആൾക്കാരെ അറിയാം, അവരുടെ പ്രശ്നം അന്വേഷിച്ചാൽ മതി, അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഡയറക്ഷനിലായി. അപ്പൊ ഞാൻ ആദ്യം അങ്ങനെ ഒരു വഴിയാണ് സ്വീകരിച്ചത്. അതായത് എൻ്റെ നാട്ടിലെ ആൾക്കാർ പോയി ആദ്യം സംസാരിക്കുക, വെറുതെ സംസാരിക്കുക. ഈ സംസാരിക്കണൊക്കെ റെക്കോർഡ് ചെയ്തപ്പോഴാണ് എനിക്ക് വഴി തെളിയാൻ തുടങ്ങിയത്. ആ റെക്കോർഡിങ് പിന്നീട് എഴുതിയെടുക്കുമ്പോൾ അതിൽ അവർ പ്രഷർ ചെയ്ത് പറയുന്ന പല പെയിൻ പോയിന്റ്സും എഴുതിയെടുത്തപ്പോഴാണ് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടില്ലേ എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പം സ്റ്റാർട്ടിങ് പോയിന്റ് ഈസ് ലൈക്ക് വാനിഷിങ് ഫാമേഴ്സ് ലാൻഡ്സ്. അപ്പം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ കാണുന്നത് ഒരു ടൗൺ പ്ലാനിങ് എങ്ങനെ ആവണം എന്നുള്ള ഒരു ബിൽഡ് ചെയ്യുന്ന ഒരു ഈ പഠിച്ചിട്ടുള്ളത് എക്സിബിഷൻ ഡിസൈനിങ് ആവുമ്പോൾ അതിൽ ടൗൺ പ്ലാനിങ് ഒക്കെ വരും തോന്നുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് തുമ്പ വന്നത്. പേരൊന്നുമില്ല, അന്ന് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ബാക്ക്യാർഡിനാണ്. ഓ ഫസ്റ്റ് ടൈം ആണ് ഹിയറിംഗ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു വെരി റെലവൻ്റ് ആയിട്ട് ഇതിനെ പറയുമ്പോഴും ഹൗ തുമ്പ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഉദാഹരണം
പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരം അക്ഷയ് കുമാറിക്ക് ഇപ്പോഴാണ് തരുന്നത്. എനിക്ക് ലൈക്ക് ലോഡ് ഓഫ് കൺഫ്യൂഷൻസ് ആൻഡ് ക്ലാഷ് സംഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് പറയാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതിനപ്പുറത്തേക്ക്. അപ്പോൾ എനിക്ക് തുമ്പ എന്ന് പറയുമ്പോൾ ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ എവറി ചൈൽഡ് വെൻ സ്കൂളിൽ നിന്ന് വെൻ ദേ മറ്റേ സ്കെച്ച് ചെയ്യാൻ പറയുമ്പോൾ ലൈക്ക് ഒരു സിറ്റി സ്കെച്ച് ചെയ്യാൻ പറയുമ്പോൾ ആ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള മാലിന്യങ്ങൾ ഒഴുകുന്ന കനാലുകൾ, അതുപോലെ കർഷകരെ വരയ്ക്കുമ്പോൾ വെരി എന്താ പറയുക സങ്കടം നിറഞ്ഞിട്ടുള്ള കുറെ കാഴ്ചകൾ. ഈ ഒരു സാധനം പ്രോസസ്സ് നമ്മളുടെ ഒരു ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലുള്ള ഒരു തോട്ടാണ്. ഇതിങ്ങനെ പോയി. അതെ അതെ അതെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പഠിച്ചപ്പോ എനിക്ക് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു സാധനം എന്താന്ന് പറഞ്ഞാല് ഈ സൊസൈറ്റി വർക്ക് ചെയ്യുന്ന നരേറ്റീവിന്റെ ബേസിസിലാന്ന് പറയുന്നത്. അതായത് കഥകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ കഥകളാണ് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോപ്പ് തരുന്നതും കോൺഫിഡൻസ് തരുന്നതൊക്കെ ഈ കഥകളാണെന്ന് ഭയങ്കര. എന്റെ അച്ഛനെ കുറിച്ചുള്ള കഥകൾ എന്നിൽ അത് ഉണ്ട് എന്ന് അറിയാണ്ട് എനിക്കുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ നമ്മുടെ അൺകോൺഷ്യസ്ലി അഫക്ട് ചെയ്യുന്ന കുറെ കഥകൾ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു ചിത്രം വര സെഷൻ കൊടുത്തു, ഫാർമേഴ്സ് പറഞ്ഞ തീമില്. അപ്പൊ കുട്ടികൾ വരച്ച ആ സാധനം കണ്ടപ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ കയറി കൂടി നാരേറ്റീവ് അതാണെന്നും. എന്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ കോമ്പറ്റീഷന് പോകുമ്പോൾ അധികം ഫാമിംഗ്, ഹാർവെസ്റ്റിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും തീം ഉണ്ടാവുക. അപ്പൊ അന്ന് നമ്മൾ വരച്ചിരുന്ന ചിത്രങ്ങളൊക്കെ കുറെ ആൾക്കാർ ഭയങ്കര സന്തോഷം നിറഞ്ഞ പാടങ്ങളായിരുന്നു. പക്ഷെ ഈ കുട്ടികൾ എല്ലാവരും ഡിപ്രസ്ഡ് പാടങ്ങൾ വരയ്ക്കുമ്പോൾ അത് ഒരൊറ്റ ഒരാൾ പോലും ഒരു 90 കുട്ടികൾക്കെങ്കിലും അസൈൻമെന്റ്സ് കൊടുത്തിട്ടുണ്ടാവും. 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും ഉള്ള എല്ലാ കുട്ടികൾക്കും അസൈൻമെന്റ്സ് കൊടുത്തു 2 സ്കൂളിൽ. അതില് ഈ കുട്ടികൾ ഒരാൾ പോലും ഒരു സന്തോഷമുള്ള ഒരു പാഠഭൂമി വരച്ചിട്ടില്ല. എല്ലാവരും എന്താ പറയാ കരയുന്ന കർഷകര്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന അങ്ങനത്തെ ഒരു അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത, തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരു സ്പേസ് ആണ്. അപ്പോൾ ചിലപ്പോൾ അവർ കണ്ടു വളരുന്നത് അതായിരിക്കും. പിന്നെ അവർ കേൾക്കുന്നതും ഒക്കെ അവർ സെൻസ് ചെയ്യുന്ന കൃഷി എന്ന് പറയുന്നത്. അവര് ഏത് റീജിയനിൽ പെട്ടിട്ടുള്ള? ഞങ്ങളെ നാട് തന്നെയാണ്, പെരിന്തൽമണ്ണയില് ചെറിയ. അപ്പൊ അവിടെ കൂടുതലായിട്ട് സിറ്റി കൾച്ചറിലേക്ക് വരുന്നുള്ളൂ, ടൗൺഷിപ്പിലോട്ട് വരുന്നുള്ളൂ. അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ കാർഷിക ഭൂമി തന്നെയാണ് അവിടെ. പക്ഷെ അതാ പറഞ്ഞത്, ഇപ്പൊ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ നാട്ടിൽ നിന്ന് വിട്ടു പോണത്. അപ്പൊ അത് 6ാം ക്ലാസ് വരെ എനിക്ക് ആ നാടിനെ ഭയങ്കരമായിട്ട് അറിയാം. കാരണം ഞങ്ങൾ എപ്പോഴും ഫ്രീ ടൈമിൽ ഞങ്ങൾ പോണ സ്ഥലമാണ് പാടം എന്ന് പറഞ്ഞാല്. പാടത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കുറെ ഉണ്ട്. അവിടെ ഹൈദരാബാദിന്റെ ഒരു മെഷീൻ പേരുണ്ട്, മോട്ടോർ പേരുണ്ട്. അവിടെ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പോയിരിക്കുക, അതിന് പോണ വെള്ളം ഒഴുകി പോവുക. ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ചിലപ്പോ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമുള്ള കാഴ്ചകളാണ് പാടത്തുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും അവിടെ പണിയെടുക്കുന്നുണ്ടാവും, എല്ലാവരും പാടെ ഫ്ലാസ്കിൽ ചായ പിടിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾക്കും ചായ കിട്ടും. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്ഥലത്തും വയന്തൊക്കെ പൊട്ടിച്ച് ഗ്രൗണ്ട് ഉണ്ടാക്കി. നമുക്കറിയാം ഈ ഇന്ന സമയം അവിടെ കൃഷി നടക്കും, ഇന്ന സമയം അവിടെ കൃഷി നടക്കും. കാരണം നമ്മൾ കളിക്കാൻ വേണ്ടി ഇടപെടുന്ന ഗ്രൗണ്ട്. അവിടെ ലൈക്ക് ഫാം ലാൻഡുകൾ കുറെ ഇവോൾവ് ആയി. ഇന്നത്തെ പണ്ടത്തെ നാട്ടീ സമ്പ്രദായം ഒന്നും അല്ല ഇപ്പൊ ഉള്ളത്. ഞാനും നമ്മള് കൃഷി ചെയ്തപ്പോ ഒരുപാട് പുതിയ സാധനത്തിലേക്ക് ഇവോൾവ് ആയി. അതോടൊപ്പം തന്നെ ആ ഇവോൾവ്മെന്റ് എത്തിച്ചിട്ടുള്ളത് പാടങ്ങൾ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു സ്പേസിലേക്കാണ്. അപ്പൊ ആ പാടങ്ങളെ നോക്കിയിട്ടും കൂടി ആയിരിക്കുമല്ലേ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസിലേക്ക് they have lot of farmlands right now. അല്ലല്ല ആക്ച്വലി അങ്ങനത്തെ ഒരു നെറേറ്റീവ് കൂടി ഉണ്ട്. ലൈക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഇപ്പം ഉള്ള സ്ഥലങ്ങളിൽ വെരി ലോ അല്ലേ? അതൊക്കെ വാനിഷ് ആയിക്കൊണ്ടിരിക്കുക. ലൈക്ക് അത് ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ ഇവോൾവിങ് എന്ന് പറയുമ്പോൾ കർഷകർ അവർക്കനുസരിച്ചുള്ള മാറ്റങ്ങളിലേക്ക് വരുന്നുണ്ട്. വലിയ രീതിയിൽ മെഷീനറീസ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ആ ഇവോൾവിങ് സ്റ്റേജ് കൊണ്ടുപോയി എത്തിക്കുന്നത് ഒരു ടൗൺഷിപ്പിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ മുണ്ടിക്കൽ തായല്ലേ, മുണ്ടിക്കൽ തായം വാസ് എ ഫുൾ ഓഫ് കാർഷിക ഭൂമി, അങ്ങനത്തെ ഒരു സ്റ്റേജായി. അപ്പം ഇന്ന് കോഴിക്കോട്ടേക്ക് കൂടി പോകുമ്പോൾ മുണ്ടിക്കൽ തായത്തൂടെ പോകുമ്പോഴും ലൈക്ക് ലോട്ട് ഓഫ് പുതിയ ബിൽഡിങ്സ് ആൻഡ് ദാറ്റ്സ് എ വെരി ഗുഡ് ഡെവലപ്മെന്റ് വി ഹാവ്. ഇന്ന് കോഴിക്കോട് കൂടി പോകുമ്പോഴും ഐ ലവ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് കൂടി പോകുമ്പോഴും എനിക്ക് ഐ ക്യാൻ ഫീൽ സംവെയർ
ഡൽഹിത്തെ മണം. ഡൽഹി ഈസ് എ ടോക്സിക് സിറ്റി. ഈ ഇവോൾവിങ് സാധനം എത്തുന്നത് ഇല്ലാണ്ടാവുന്ന ഒരു സ്പേസിലേക്ക്, ഡൽഹിയിൽ കൂടെ ജീവിക്കുന്ന ആളൊരു 34 സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്നതിൻ്റെ എഫക്റ്റ് ആണെന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പം ഈ ഇവോൾവ്മെൻറ്റ് തുമ്പ പൈലറ്റ് പ്രൊജക്റ്റ് ഇതാക്കുന്നത് അതിലൊരു സാധനമുണ്ട്. കർഷകരെ പറ്റിയിട്ടും അതുപോലെ തന്നെ അപ്പം ഉണ്ടായിട്ടുള്ള നൊസ്റ്റാൾജിക് സാധനത്തിനെ പറ്റിയാണ് മനുഷ്യരോട് പറയുമ്പോൾ അതിനൊരു കഴിഞ്ഞു പോയിട്ടുള്ള സാധനം എന്നൊക്കെയുള്ള അതിനെപ്പറ്റി സംസാരിക്കണം. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഔട്ട്ഡേറ്റഡ് അല്ലേ എന്നുള്ള. പഴയ ട്രഡീഷൻസ് അല്ലേ നിങ്ങൾ കൊണ്ടുവരാൻ? ശരിക്കും അതല്ല നമ്മൾ പറയുകയാണെങ്കിൽ വി നീഡ് ടു കണക്ട് അവർ ട്രഡീഷൻ ടു ദ മോഡേണിറ്റി. അത് നമ്മൾ അവിടെ ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോവല്ല വേണ്ടത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് ആവും. വി ആർ നോട്ട് ഗ്രോയിങ് ഓൺ എ തിങ്. അതായത് വി ഹാവ് എ റൂട്ട്. ആ റൂട്ടിൽ നിന്ന് വളർന്ന് പോകണം, ഇവോൾവ് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇവോൾവ് ചെയ്യാനല്ല പറഞ്ഞു. ഇപ്പൊ ഉള്ളത് എന്താണോ അതിന്ന് വി ഹാവ് എ നീഡ്. അതാണ് ഞാൻ പറയുന്നത്. ഇത് ഈ സ്ഥലം ഉണ്ടാക്കി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഗവൺമെന്റും കൂടി സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ, ആൾക്കാരെ അങ്ങനെ ആക്കേണ്ടത്, ഈ സ്പേസ് ഇങ്ങനെ ആക്കേണ്ടത് ഇവരല്ലേ. ഈ നമ്മുടെ നാടിന്റെ നമ്മളൊരു ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി അഗ്രി ചെയ്തൊരു സിസ്റ്റം അവിടെ ഉണ്ട്. ഡെമോക്രസി പറഞ്ഞ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതായത് വെൽബീയിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ നാട്ടിലത്തെ ആൾക്കാരുടെ. അതാണ് അവിടുത്തെ എക്കോണമിനെ എല്ലാ സാധനത്തിനും ബൂസ്റ്റ് ചെയ്യുന്നത്. അവിടുത്തെ ആൾക്കാരുടെ ജീവിത നിലവാരം ആണ് എല്ലാത്തിനും ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അവിടെയുള്ള ആൾക്കാരോടെങ്കിലും പറയണം നമ്മുടെ നാട് അടിപൊളിയാണെന്ന് പറയത്തക്ക രീതിയിൽ ആ ഗവൺമെന്റ് അവിടെ കൊണ്ടു നടക്കണം. അപ്പൊ മാവേലി എന്ന് പറയുന്നത് യെസ് അതൊരു യൂട്ടോപ്യൻ കോൺസെപ്റ്റ് ആയിരിക്കും. ചിലപ്പോ ഇത്രയും ഫുൾ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു എല്ലാം കിട്ടുന്ന സുന്ദരമായിട്ടുള്ള ജീവിതം ചിലപ്പോൾ ഒരു യൂട്ടോപ്യൻ കോൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ അതുവരെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതുവരെ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രാജഭരണം, അങ്ങനെ ഒരു നാടിനെ മൊത്തം ഭയങ്കര സംഭവമായിട്ട് നല്ല രസമായിട്ട് ജീവിപ്പിക്കുന്ന ഒരു സാധനം ഇത്രയും കാലം ഇവിടെ നിലനിന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് പിന്നെയും അത് വെറുതെ ആ ഓണത്തിന് മാത്രം ആഘോഷിച്ചിട്ട് കളയുന്നു എന്നുള്ളൊരു സാധനം. ഓക്കെ, അപ്പൊ പോട്ടെ. അല്ല, ഞാൻ ഔട്ട് ഓഫ് ടോപ്പിക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാൻ. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള ആള് യുവാക്കളുടെ ഒക്കെ ഒരു വലിയൊരു സ്പേസിലുള്ള ആളാണ്. ആൻഡ് ഐ വെരി റെസ്പെക്ട് ഹിം അലോട്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള മനുഷ്യർ അധികം ആൾക്കാർ എന്നെപ്പോലെയൊക്കെയുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ഗോയിങ് ടു അബ്രോഡ് ആൻഡ് ലിവിങ് ദെയർ സെക്കൻഡ് മറ്റേ സ്ഥലം പോലെ എന്നുള്ള സാധനമുണ്ട്. വൈ വി കാൺ മേക്ക് എ സ്പേസ് ഹിയർ. കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ടുള്ളത്. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു സാധനമാണ്. നമുക്കെന്തുകൊണ്ട് നമ്മളുടെ നാട്ടിലുള്ള ഒരു പ്രൊജക്റ്റ് ലൈക്ക് നമ്മളുടെ നാട്ടിലുള്ള ഒരു പ്രൊഡക്റ്റ് വലിയൊരു രീതിയിൽ അതിന് നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ ആള് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരു സ്പേസ്. അത് ഭയങ്കര ഈസിയാണ്. എനിക്കും അങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ഇവിടെയുള്ള പബ്ലിക് സ്പേസുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നിലയ്ക്ക് ഞാൻ എത്തുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ആള് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്പേസ് അടിപൊളിയാണ്. അവിടെ ആലപ്പുഴയിൽ എവിടെയാണ് തോന്നുന്നു ആള് സ്വന്തമായിട്ട് ഒരു വില്ലേജ് പോലത്തെ സ്പേസ് ഉണ്ടാക്കി. അത് ആ മനസ്സിലാക്കലാണ് ഇവിടുത്തെ ഗവൺമെന്റിനും വേണ്ടത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ കളക്റ്റീവ് ഡെസിഷൻ എന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഗവൺമെന്റ് എടുക്കുന്നത്. അപ്പൊ അയാള് സെറ്റ് ചെയ്തത് ഒരു എക്സാമ്പിൾ ആണ്, കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുന്ന ടൂറിസം മന്ത്രി ഇവരൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇവിടെ പല ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും സ്കൂളിന്റെ സ്ട്രക്ചറൊക്കെ മാറി തുടങ്ങി. അതായത് ഗവൺമെന്റ് അങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാള് സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറെ എക്സാമ്പിൾസ് ശരിക്കും ആ ലോകത്തിനെ മാറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് തുമ്പയുടെ പിറകെ കുറെ കാലമായി നടക്കണം. അപ്പോ ഈ കുറെ കാലം നടക്കുമ്പോഴേക്കും നമ്മളിത് കുറെ ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൺ ദ വേ ഇതുപോലെ ചെയ്യുന്ന കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഉള്ളൊരു ഹോപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്തായാലും ഇതാണ് ഫ്യൂച്ചർ. സാധനം മാറാൻ നമ്മുടെ സ്പേസ് മാറും. നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വളരും ചിലപ്പോൾ. കാരണം നമ്മൾ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങി ഇങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിച്ചിട്ട്. എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അപ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ മൊത്തം ആവശ്യകതയായിരിക്കും. അപ്പോഴാണ് നമ്മൾ അന്ന് അവർ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത്
അവർക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് തുമ്പ സ്റ്റോഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് അതിലേക്ക് ഞാൻ വരികയാണ്. ഇത്രയും കാലം ലൈക്ക് വി സ്റ്റാർട്ടഡ്, ആ സമയത്ത് ഞാനില്ല. 2019 ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിസർച്ചിങ് സ്റ്റാർട്ട് ചെയ്തത് 2019 അല്ലെങ്കിൽ മുന്നേ ആണോ? ഫെബ്രുവരി 4 ഒഫീഷ്യലി ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതാ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞത്. ഫെബ്രുവരി 4 നമുക്കൊരു എക്സിബിഷൻ. ഓ മാൻ, ഓക്കെ ഗുഡ്. പക്ഷെ പിന്നീട് ഇത്രയും ദിവസം ഗ്രൂപ്പിലെന്ന് പറഞ്ഞിട്ട് ഒരു 10 ദിവസം ഉണ്ടാവും. അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ ആലോചിച്ചു കുറെ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താന്ന് പറഞ്ഞാല് വി ഡോണ്ട് ഹാവ് ടൈം ടു ടോക്ക് അബൌട്ട് ദ ഓൾഡ് തുമ്പ. അതൊരു മിഞ്ഞാന്ന് അല്ല, ആ ഇവോൾവിംഗ് സാധനത്തിനെ പറ്റിയാണ് ഞാൻ ഇത് ആഡ് ചെയ്തിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു. 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ്. ആൻഡ് വെൻ യു സ്റ്റാർട്ടഡ് പാക്കത്ത് ഒരു പബ്ലിക് സ്പേസ് ആൻഡ് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് പരിപാടി, അത് എന്നായിരുന്നു? അത് 2020 ഫെബ്രുവരി മാസം തന്നെയാണ്. അവിടെ ഫെബ്രുവരി മാസത്തിൽ തന്നെയാണ്. 20ലാണ് വരുന്നത്. 20ലാണോ 21ലാണോ അറിയില്ല. ഓക്കെ ഫൈൻ. അല്ല 21ലായിരിക്കും. കാരണം അത്രയും സമയം എടുത്തു. ആ സമയത്ത് we were understanding what like how a culture and നമ്മളൊരു സൊസൈറ്റൽ ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് പോയിരുന്ന ഒരു പരിപാടിയാണ് തുമ്പ. ലക്കിലി എനിക്ക് ഉണ്ടായൊരു മാറ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്നെ കുറിച്ച് തീരെ ബോധമല്ലാത്തൊരു സമയം കൂടിയായിരുന്നു. അതായത് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ പകരമാണ് ആക്ച്വലി പാക്കത്ത് കയറുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് വീട്ടിൽ നിൽക്കണ്ട, പക്ഷെ എനിക്ക് എന്നെ തന്നെ വാനിഷ് ചെയ്യും വേണ്ട. എനിക്ക് എന്റെ ശരീരം എന്തിനേലും ഉപയോഗിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അത് അടിപൊളി സമയമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും അത് ഭയങ്കര പുഷായിരുന്നു. ഒരു ടൈമില് തുമ്പ നിർത്തുന്ന് പറയുമ്പോ ഇത് നിർത്തി കഴിഞ്ഞാൽ ഞാനില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥക്ക് എത്തിയിട്ടായിരുന്നു. കാരണം എനിക്ക് വേറെ ഒന്നുമില്ല എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. സോ അവിടേക്ക് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള സാധനത്തിന്റെ പോയിന്റ് എന്താന്ന് വെച്ചാല്, ഇപ്പം നിൽക്കുന്നത് തുമ്പ സ്റ്റോർസിലാണ്. അപ്പം സൊസൈറ്റൽ ആയിട്ടുള്ളൊരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫ്ലോ വേണം, എക്കോണമി അതിനെ സപ്പോർട്ട് ചെയ്യണം, അതിനൊരു വലിയ രീതിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നൊരു സിസ്റ്റം ഇപ്പോഴും ഡെവലപ്പ് ആയില്ല എന്നുള്ളതാണ് 2019 മുതൽ തുമ്പയിൽ വർക്ക് ചെയ്യുമ്പോൾ വരെ നമുക്ക് മനസ്സിലാവണേ. ഇപ്പം പെരിന്തൽമണ്ണയിൽ ഈ കൊണ്ടുപോയി പിച്ച് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് വരെ അവരവിടെ നടത്തി ഇങ്ങനൊരു സാധനത്തിനെ പറ്റിയിട്ട് ഒരു തരത്തിലും ബോധറാവുകയും ചെയ്യാത്ത സിസ്റ്റത്തിലുള്ള മനുഷ്യർ. അപ്പം നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയും ദെൻ വി ഹാവ് ടു ബിൽഡ് ത്രൂ അവർ ഓൺ സ്പേസ്. അപ്പം നമ്മൾ വയനാട്ടിലേക്ക് നോക്കുന്നുണ്ട്. വയനാട്ടിൽ 2019 കാലാവസ്ഥ മാറി. ഇപ്പോൾ അവിടെ ആകപ്പാടെ സിസ്റ്റം മാറി. അവിടെയും ഒരു വലിയ രീതിയിൽ കൃഷിഭൂമി ഇല്ലാത്തൊരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത വളരെ വളരെ പ്രതിസന്ധിയിലൂടെ പോകുന്ന കർഷകർ മാത്രമേ അവിടെ ഉള്ളൂ. ഞാനവിടെ കൃഷി ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് ദൈവമേ ഭഗവാന്റെ ആന വന്നിട്ടുണ്ടോ, ലൈക്ക് ഇറ്റ്സ് എ ഹാർഡ് ജോബ്. കാവലിരിക്കണം. ആൻഡ് മണിയെ നമ്മൾ കിട്ടുന്നത് ഒരാളും ആ പരിപാടിക്ക് നിൽക്കില്ല. അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മറ്റേ ചളിത്തിലൊക്കെ ചവിട്ട് വരെ നൊസ്റ്റാൾജിയ വീക്കിലേക്ക് ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇടാന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ജീവിത നിലവാരം മുമ്പോട്ട് വേണം. ലൈക്ക് വി ഓൾ ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ്, വി ഓൾ ഹാവ് ലോട്ട് ഓഫ് ഡ്രീംസ്. ആ ഡ്രീംസൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്തിലൂടെ പോയാൽ നടക്കില്ല എന്നുള്ളൊരു ബോധം കൂടി ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഈ പരിപാടി വിട്ടുകൊണ്ടിരിക്കുക. ആ സ്പേസിൽ ഇനിയും പാഷനേറ്റ് ആയിട്ട് തുടരുന്ന മനുഷ്യരെ അവിടെ നിലനിർത്തണം. എന്നാൽ മാത്രമേ ഇതിനൊരു ഇതുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ആകെപ്പാടെ പ്രശ്നത്തില് ഇതിന്റെ സോൾ കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തുമ്പ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ക നമുക്ക് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് വന്നിട്ടില്ല. നോബഡി വാണ്ട് ടു
ഇത് കേൾക്കാൻ രസമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ബിക്കോസ് സിസ്റ്റത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയും കൂടി തുടങ്ങിയിട്ടുള്ളൊരു, അതാണ് തുമ്പ സ്റ്റോർസ്. അവിടുന്നാണ് തുമ്പ സ്റ്റോർ ഉണ്ടാവുന്നത്. നമ്മൾ ആൻഡ് വി പ്രൗഡ്ലി സേ ദാറ്റ് വി ഹാവ് പ്രൊഡക്ട്സ്. അല്ല, അത് വലിയൊരു ചേഞ്ച് ആയി. ആ ഇവോൾവിങ് സ്റ്റേജ് നമ്മളെ ഇവിടം വരെ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോ കുറെ കാര്യങ്ങൾ നടന്നു. ആൻഡ് സ്റ്റിൽ വി ആർ സ്ട്രഗ്ലിങ്. അപ്പൊ നമ്മൾ ഇനി ഒരു മാർക്കറ്റിംഗ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി എന്താവുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, പഠിക്കാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങിയത് തന്നെയാണ്. അതെ, എനിക്ക് അന്നെ ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഇനി ഒരാളോടും ഇങ്ങോട്ട് വാദം പറയണ്ട. അതെനിക്ക് ഭയങ്കര ബോധടാൻ തുടങ്ങിയത്. കാരണം ആരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ എല്ലാവരും ഭയങ്കര ഡിപ്പെൻഡ് ആവും എൻ്റെ മുകളിൽ. ഞാൻ എന്തെങ്കിലും ചെയ്യും വിചാരിച്ചിട്ട് എനിക്ക് ആക്ച്വലി അത് കാണിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അത് ചെയ്യാണ്ട് അത് ഞാൻ കൂടി പ്രഷറിട്ട് ചെയ്യാൻ, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളായി. മറ്റേത് ഞാൻ ആർക്കെങ്കിലും വേണ്ടി അടിയിലും പ്രശ്നത്തിൽ പോയി ഇടപെടുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ഓക്കെ ആയിരുന്നു അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ഇപ്പൊ അത് ഭയങ്കര എന്നെ ബോധറിയാൻ തുടങ്ങി. ഇപ്പൊ ഐ ആം അഫ്രൈഡ് ടു കോൾ പീപ്പിൾ. അത് അവിടെയാണ് ഇങ്ങനെയും വേണമെങ്കിൽ നോക്കാം. ഇത് ഇവിടെ എത്തിയത് നമ്മൾ മാർക്കറ്റിംഗ് പഠിക്കാനാണ്. നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് തുമ്പയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് സെല്ലിങ്, അതിലേക്ക് ഫിനാൻഷ്യൽ ഇൻകം ഫ്ലോ വന്നാൽ മാത്രമുള്ള നടക്കുക. ഫ്ലോ വരുന്ന ഉറപ്പായിരുന്നു, കാരണം അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിരുന്നു നമ്മളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട്. പക്ഷെ അവര് പോലും തളരാൻ തുടങ്ങി. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വെച്ചിട്ട് നടക്കണില്ല എന്നുള്ള സാധനം തരാൻ തുടങ്ങി. എത്ര പൈസ പൂൾ ചെയ്തിട്ടും നടക്കണില്ല എന്നുള്ള സാധനം. കാരണം വേറെ സാധനം എന്താ പറഞ്ഞാൽ ലോകം എവിടെയോ മുന്നിലെത്തിപ്പോയി. കുറെ ലോകം അവിടെ എത്തിപ്പോയി. ലോകത്തിലുള്ള ടെക്നോളജി അത്രയും ഇതിലായി. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിനൊക്കെ റിഫൈൻ ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റും അതിലൊക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഈ കൊമേഴ്സും ഹെൽപ്പ് ചെയ്യണത്. ആക്ച്വലി കരീംക ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളി ഇങ്ങോട്ടേക്ക് വിളിക്കുന്ന സമയത്ത് പുള്ളി തുമ്പയുടെ കാര്യം പറഞ്ഞിട്ട് തന്നെയാണ്, നമുക്ക് തുമ്പ ചെയ്താലോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ്. മാത്രല്ല പുള്ളി ഒരു റിയലൈസേഷൻ, അതെനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ സമയത്ത്. പുള്ളി ഇങ്ങനെ നോക്കി ചെയ്യണ കുറെ പോയിന്റുകളുണ്ട്. അതായത് ഡിസൈൻ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത്. അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കുറെ ആൾക്കാർക്ക്. അതുകൊണ്ട് എനിക്ക് പക്ഷെ ഐ ആക്ച്വലി നോ ദാറ്റ് ഡിസൈനിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. അതിൽ കാര്യമില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ അന്ന് ഞാൻ തലയാട്ടിയിരുന്നെങ്കിലും, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ് ഉള്ളിലെങ്കിലും, ഞാൻ തന്നെ എന്നോട് ചോദിക്കും, ഞാൻ തന്നെ എന്നോട് പല രീതിയിൽ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ പല പ്രോസസ്സിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊമേഴ്സിക്ക് വരുന്ന സമയത്ത് പുള്ളി ഒരു സുപ്പെടുത്ത് ഒരു സെൻ്റെ അടുത്ത് പറഞ്ഞു, തുമ്പ ഒരു പെട്ടീനുള്ളിലാക്കി തന്നില്ലേ എനിക്ക് എന്ന് ചോദിച്ചു. അതായത് യെസ്, അത് ശരി, ഭയങ്കര ശരിയാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതം തുമ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിച്ച് നടക്കുന്ന കാലത്തുനിന്ന് മാറിയിട്ട് തുമ്പ ആക്ച്വലി ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക. ഇഷ്ടംപോലെ ബോക്സുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ആൻഡ് ദ ഐഡിയ വിഷൻ ഓഫ് തുമ്പ ഈസ് വാട്ട് അലൈനിങ് വിത്ത് മീ. അതേപോലത്തെ വിഷനുള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഇനിയും തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് തുമ്പ. അപ്പോൾ ഇപ്പോൾ സ്റ്റോറിന് തുമ്പ എന്നുള്ള പേര് അവിടെ ഇല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോർ അല്ലേ. സ്റ്റിൽ ദാറ്റ് വിഷൻ ഈസ് ദെയർ. ആൻഡ് അത് തുമ്പനായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കൂടിയാണ് നമ്മളെ തുമ്പ ഇസ് നോട്ട് ജസ്റ്റ് എ നെയിം. അതുകൊണ്ട് ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് പെട്ടിയിലാക്കുകയല്ല, പക്ഷെ നമ്മളെ ശരിക്കും വേറിടണം. നമ്മൾ ഭയങ്കര ടൂ മച്ച് ഇൻവോൾവ്. ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി തുമ്പനെ ഒരു സ്ട്രക്ചർ ആക്കണം, അതിനൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണം, അതിനെ സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് പറഞ്ഞു കൊടുക്കണം ആൾക്കാർക്ക്. ആൻഡ് കുറച്ചും കൂടി ദൂരത്തു നിന്ന് തുമ്പനെ നോക്കി കാണുമ്പോൾ വാട്ട് ഐ ഫെൽറ്റ്, അത്രയും കാശയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടായി വന്നിട്ടുള്ളത് ഒരു സ്കൂളാണ്. അന്നുണ്ടായി വന്നിട്ടുള്ളൊരു സ്കൂളാണ്. കാരണം നമുക്ക് ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡൽട്ടിനെ പിടിച്ചിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അവർ ആൾറെഡി ഒരു സിസ്റ്റത്തിന്റെ പുറകെയായിരുന്നു, ആൾറെഡി ബിസി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ കുട്ടികളായിരുന്നു ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലെത്തിയത് ഒരു ഭയങ്കര എന്താ പറയാ, ഇതിനൊക്കെ ഒരു ഡിവൈൻ സാധനം കാണുന്നുണ്ട് കേട്ടോ. അതായത് ഒരു അതേ പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രകൃതിയാണെന്ന് ജീവിക്കാൻ വേണ്ടി. അപ്പോ ദൈവം എങ്ങനെയോ അവിടെ എത്തിച്ച പോലെ ഉണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലത്തെ കുട്ടികളും പിള്ളേരും പല രീതിയിൽ ബിസിയാണ്. പക്ഷെ നല്ല ഫ്രീ ആയിട്ടുള്ള കുറെ മക്കൾ അവിടെ, കുറെ കോളനികളിലുള്ള മക്കളൊക്കെ
കുറച്ച് ഫ്രീ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റേട്ടൻ കറക്റ്റ് സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. ആള് പറഞ്ഞാൽ അനുസരിക്കുന്ന കുറെ കുട്ടികളായിരുന്നു. പൊന്നി ചേച്ചി കറക്റ്റ് സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് ആ സ്പേസിൽ അവിടെ ആ ടൈമിൽ എത്തിപ്പെട്ടതാണ് ഏറ്റവും മാജിക് ആയിട്ട്. അത് ഞാൻ കൊണ്ടുവന്നൊന്നുമല്ല, അത് ഞാൻ അങ്ങനെ ഒരു സാധനം വിചാരിച്ചു വന്നു, ഗിഫ്റ്റേട്ടൻ ഇങ്ങനെ ഒരു സാധനം വിചാരിച്ചു വന്നു. പൊന്നി ചേച്ചിന്റെ ഡ്രീം ആയിരുന്നു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു, ഞാനും എൻ്റെ ഡിസൈൻ അല്ല പ്രൊവൈഡ് ചെയ്ത്, ഐ വാസ് ലിവിങ് വിത്ത് ദം, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദേ നീഡ്, കണ്ടിന്യൂസ്ലി ഡ്രോയിങ് ആൻഡ് റിഫൈനിങ് ആ സ്പേസ് എങ്ങനെ ആയിരിക്കണം, അതിനെ മാപ്പ് ചെയ്യുന്നു നടന്നിട്ട്, അതിനെ പല സ്ഥലത്തും ഇത് വേണം എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. കവുങ്ങ് കൊടുക്കുന്നുണ്ട് ആ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ ആ സാധനം ബിൽഡ് ചെയ്ത് വന്നത് ഒരു സ്കൂളിലേക്കാണ്. അപ്പോൾ ഐ ഫെൽറ്റ് അത് ഇവോൾവ് ആയത് ഒരു സ്കൂളിലേക്കാണെങ്കിൽ ഇറ്റ്സ് നോട്ട് നമ്മൾ പറഞ്ഞത് ഒരു സ്കൂൾ ആവണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വാസ് ടേണിങ് ഇൻ ടു എ സ്കൂൾ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഉണ്ടാക്കാൻ നോക്കിയത് ഒരു വില്ലേജ് ആണ്, ആൻഡ് ദാറ്റ് വില്ലേജ് ടേൺഡ് ഔട്ട് ടു ബി എ സ്കൂൾ. അപ്പോൾ എന്താ മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന എല്ലാ കോളനികളും സ്കൂളുകളാണ്. നമ്മൾ ജീവിക്കുന്ന വീട് സ്കൂൾ എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളൊക്കെ അറിവ് പകർന്നു തരുന്ന സ്പേസുകളാണ് ഇതൊക്കെ. തുമ്പയുടെ നടുവിലുള്ള ഒരു കുടം ഉണ്ടല്ലോ, കാക്ക ഇരുന്നിട്ടുള്ള ഒരു കുടം, അന്ന് സ്റ്റോറിന്റെ ഇതിന് മനസ്സിലേ കാക്ക ഇരുന്നിട്ടുള്ളൊരു നമ്മളവിടെ അത് ശരിക്കും അതായിരുന്നു ആ സ്പേസ്. അതായത് കാക്കകളൊക്കെ അവിടുത്തെ ജനങ്ങളും ആ കുടം എന്ന് പറയുന്നത് അവരുടെ ആ ബൗണ്ടറി, അവരുടെ വില്ലേജ്, അവരുടെ സ്പേസ്, അവരുടെ ഹോം എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്ന സ്ഥലവും, എന്നിട്ട് അതിനുള്ളിലുള്ള കുറെ വിസ്ഡംസ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതായിരുന്നു ആ സ്പേസിന്റെ ഉദ്ദേശം. അതായത് ഇപ്പൊ അവിടെ ഒരു നോട്ടീസ് ബോർഡ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ കല്ല്, അതിലിടുന്ന ഓരോ കല്ലുകളും ആ വെള്ളത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഓരോ കല്ലുകൾ, അത് നോട്ടീസ് ബോർഡ് ഒരു കല്ലാണ്. അതേപോലെ അവിടുത്തെ ഒരു കിച്ചൺ, കമ്മ്യൂണിറ്റി കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ അതൊരു കല്ലാണ്. അപ്പൊ അങ്ങനെ ഓരോ സാധനങ്ങളാണ് ആ വിസ്ഡത്തിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാധനം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അതിനൊരു ഇതാണ് തുമ്പയുടെ ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. തുമ്പ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതാണ്, അത് പലയിടത്തും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇതേപോലത്തെ ഒരു ഓഫീസ് സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. കുറെ എക്സ്പേർട്സ് ഉള്ള ഒരു സ്ഥലം, ആ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കുടംകളത്തിയിലോട്ടൊക്കെ എത്തിയത്. എനിക്ക് തോന്നുന്നു എൻ്റെ കുടംകളത്തിയിലുള്ള ഇൻട്രസ്റ്റ് അതായിരുന്നു. അതായത് യങ് ആയിട്ടുള്ള എക്സ്പേർട്സ്. ഇന്നലെ അവൻ പറഞ്ഞില്ലേ എന്താണ്, നമ്മളൊരു കോളേജിൽ പോയിട്ട് അങ്ങനെ ഫോർമലായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മളെ സമയം വേസ്റ്റ് ആവും. നമുക്ക് വേണ്ടത് ഭയങ്കര ഭ്രാന്തായിട്ടുള്ള കുറെ ആൾക്കാരാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് വന്നതും കുറെ ഭ്രാന്തായിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും സോർട്ടഡ് ആയിരുന്നില്ല, പേഴ്സണലി സോർട്ടഡ് ആയിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമ്മളെ സ്പേസിലേക്ക് വരേണ്ടത് പേഴ്സണലി സോർട്ടഡ് ആയിട്ടുള്ള കുറെ സമയമുള്ള നമ്മളെല്ലാരും മെച്ചൂർഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ലൈക്ക് we have to be sorted, and most important is like financially sorted. That's how, and we are trying to finance, തുമ്പനെ തന്നെ like തുമ്പ സ്റ്റോർ എന്ന് പറയുന്നത് it's ultimately a independent platform for when we get a lot of money out from that, we have a lot of sheets to do. അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള മനുഷ്യരെയും കൂടി സോർട്ടഡ് ആവാനൊക്കെ പറ്റും എന്നൊക്കെ ഉള്ള ഒരുപാട് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ തലയിലുണ്ടെങ്കിലും റൈറ്റ് നൗ വി ആർ ഇൻ എ എന്താ പറയുക, സ്റ്റീവ് ജോബ്സിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഫ്രം ഹാർവേഡ്. പുള്ളിയൊരു ഡ്രോപ്പ് ഔട്ട് ആണല്ലോ, ലൈക്ക് കണക്റ്റിംഗ് ദി ഡോട്ട്സ്. സോ വി ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് ഡോട്ട്സ് ടു കണക്ട്, ആൻഡ് ദീസ് ഓൾ വിൽ ബി എ ബ്യൂട്ടിഫുൾ ഡോട്ട്സ്. അതിൻ്റെ ആ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ഡോട്ടിനെ പറ്റിയിട്ട് ഉള്ള അറിയാം, നമുക്കറിയാം ഇപ്പോൾ സ്ക്രീൻ പ്രിൻറ്റിങ് വെച്ചിട്ടുണ്ട്, വി ഹാവ് ടു ഡു പാക്കേജിങ്ങിൻ്റെ പ്രിൻറ്റ്സ് ആൻഡ് ഓൾ. ദാറ്റ്സ് എ നെക്സ്റ്റ് ഡോട്ട്. ആഫ്റ്റർ ദി ഡോട്ട് വി ഡോണ്ട് നോ, ലൈക്ക് വി വിൽ മേക്ക് സം ഡോട്ട്സ് ആൻഡ് വി ഗോട്ട് എ ബ്യൂട്ടിഫുൾ ഡോട്ട്സ്. ആ വരയ്ക്കുമ്പോഴും എക്സാക്ട്ലി ഫ്രം 2019 to 25 it was a big journey. Lot of people, lot of up, downs, everything was there, but we are going another song. So Tumba and Tumba stores have a
ഹ്യൂജ് എന്താ പറയുക ഇൻറ്റിമസി. അത് നമ്മൾ ഇല്ല എന്ന് പറയുമ്പോഴും നമ്മളുടെ സംസാരത്തിൽ ഇത് രണ്ടാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. When I coming to I know that എനിക്കെന്താ അറിയോ, എനിക്ക് ഇനി നാജിയും കൂടി ഉള്ളൂ ഇതില് എന്നെ കുറ്റപ്പെടുത്താൻ ഒരാളുള്ളൂ ശരിക്കും. ചിലപ്പോ എന്നെ ഡയറക്റ്റ് ആയിട്ട് കുറ്റപ്പെടുത്താത്ത ഒരാള്. ആൻഡ് ഐ തിങ്ക് നാജിയും കിളിയും മാത്രമേ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള രണ്ടാൾക്കാരുണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള അവിടെ വന്ന ഓരോ ആൾക്കാരും എനിക്ക് അപരിചിതരാണ്. ഓക്കെ, ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ഞാൻ അവരുടെ കൂടെ അന്നെ കിട്ടാണ്ടായി, കിളീനെ കിട്ടാണ്ടായി. സോ ഇയും കിളി എന്ന് പറയുന്ന സെയിം എനർജി ആയിട്ട് കൺസിഡർ ചെയ്ത ആൾക്കാരാണ് എനിക്ക് ആഷിറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ. ആൻഡ് പല രീതിയിലും ആഷിറൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടെ നിന്നിട്ടുണ്ട് കുറെ സാധനത്തിൽ. പോഡ്കാസ്റ്റ് ഈ മറ്റേ ആൾക്കാർക്ക് താങ്ക്സ് ഒന്നും പറയല്ലേ. നമ്മൾ ഇതുപോലത്തെ ഒരു പോഡ്കാസ്റ്റ് എടുക്കുന്നതാണ്. ലൈക്ക് നമ്മൾ ഫർദർ ആയിട്ട് ഈ സാധനം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നതാണ്. അപ്പം എനിക്ക് എല്ലാവർക്കും താങ്ക്സ് പറയാനുള്ള ആ ആഷിറിനെ പോലും ഞാൻ ഇന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്ഥാനത്തേക്ക് പോയി. അത് ആഷിറിന് പോലും എനിക്കറിയാം, എനിക്ക് ഓന്റെ മുഖഭാവം കണ്ടാൽ അറിയാം, ഓന്റെ ഒപ്പം എപ്പോ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കറിയാം അവരൊക്കെ ഇവോൾവ് ചെയ്യട്ടെ. എല്ലാവർക്കും ആ ഇവോൾവിങ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈക്ക് സംവെയർ വെൻ വി ആർ സോർട്ടഡ് നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഈ കാര്യം ഭയങ്കര ഡെപ്തായിട്ട് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു അവസ്ഥയില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. മോർ ദാൻ 50. ഇവരോടൊക്കെ നമുക്ക് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്, ഇങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ കം ആൻഡ് വർക്ക് ഫോർ ദിസ് സിസ്റ്റം. അത് വലിയൊരു ഡോട്ടാണത്. അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഇന്നലെ വന്നു, ഇന്ന് വന്നു. ലൈക്ക് ഐ ആം തിങ്കിങ് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് തുമ്പ സ്റ്റോർസിൻ്റെ ടൈം ഞാൻ ഇവിടെ വർക്ക് ചെയ്യും വരും അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ എത്തിക്കൽ സാധനം വെച്ചാൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് വേറെ ഒരു കമ്പനിയാണ്. ലൈക്ക് ദാറ്റ് ഈസ് വർക്കിംഗ് ഇൻ മൈ ഹെഡ്. അപ്പം 5 മണി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ തുമ്പ സ്റ്റോർസിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ഈ അലൈൻ ചെയ്യുന്ന പ്രോസസ്സ് എത്രത്തോളം മെച്ചോർഡാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ കാലം ഒരു സ്പേസ്, ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാൻ ശരിക്കും ഞാൻ ഇതിനെ കുറിച്ച് ഈ സ്പേസിനെ കുറിച്ച് അറിയുമ്പോഴേ ഇത് വയനാട്ടിൽ നിന്നും തുടങ്ങിയ കളിയാ ഇങ്ങനത്തെ സ്പേസ് കിട്ടി. ടൈനി സ്പേസ് ഈ ഒരു സ്പേസ് ഭയങ്കര, കാരണം വൈഫൈ, ഇങ്ങനത്തെ ബോർഡ്, ഇങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള, പിന്നെ പ്രോപ്പർ ആയിട്ട് വർക്ക്, ഒരു മെന്റർ, ഇതൊക്കെ കുറച്ചൊരു 3 വർഷമായിട്ടുള്ള സ്വപ്നാശയം. നമ്മള് പിയാനോ ഫോറസ്റ്റ് മറ്റേ അവിടെ ട്രൈ ചെയ്തു. അവിടെ ആക്ച്വലി ഇങ്ങനത്തെ സ്പേസ് അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഇതൊക്കെ സ്റ്റോറിന്റെ ഒരു ബോർഡ് ഇപ്പൊ അവിടെ ഉണ്ട്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്, നമുക്ക് ഫിനാൻസ് കൊണ്ടുവരാനുള്ള വർക്ക് ഉണ്ട്, നമുക്ക് തുമ്പയിലും മെന്റർഷിപ്പ് തരുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പൊ അല്ല, നമ്മളുടെ ആ ഒരു എന്താ പറയാ സ്ട്രക്ചർ ഇല്ലായ്മ, ഒരു ഹിപ്പി കൾച്ചർ, അങ്ങനത്തെ ഒരുപാട് സാധനം നമ്മുടെ ഇടയിലായിരുന്നു. നമ്മള് അതായത് ചിലപ്പോ നോട്ട് ഹിപ്പി കൾച്ചർ, I'm quoting and we don't have hippie culture. Like I was not having any hippie culture and I always want to be work and personal life can't എന്താ പറയാ ഒരുമിച്ച് കൊണ്ടുവരരുത് എന്നുള്ളത് ഞാൻ പണ്ട് മുതലേ 2022 മുതൽ വന്നു കഴിഞ്ഞപ്പം ഐ വാസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫൈറ്റ് വിത്ത് PT ജോൺ ആൻഡ് കിളി ആൻഡ് ഓൾ. ലൈക്ക് അവര് ഞാൻ ചെറുപ്പം മുതൽ ജീവിച്ചു വളർന്ന ഒരു സാഹചര്യമല്ലേ. എനിക്ക് സ്കൂള് വീട് അതുണ്ടായിരുന്നില്ല. എന്റെ വീടായിരുന്നു എന്റെ സ്കൂള്. അതൊരു കോമ്പൗണ്ട്, അതാണ് സ്കൂള്. അവിടെ ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോഴും ഇറ്റ്സ് നോട്ട് മേക്കിംഗ് സെൻസ് ഫോർ മീ ദാറ്റ് ലൈഫ് ആൻഡ് വർക്ക് ഈസ് അപ്പാർട്ട് എന്നുള്ളതില്ലേ. അതുകൊണ്ടാണ് ഞാനങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ റിയലി വാണ്ട് ടു ഗോ ടു മൈ ഹോം. ഇന്നലെ ഞാൻ ജുമാൻജി എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് ടോക്കിംഗ് ആൻഡ് ജുമാൻജി ശ്രുതിയൊക്കെ എന്നെ വിളിച്ചപ്പോൾ അവരിത് കാണുന്നില്ല. അപ്പോൾ ഐ വാസ് ടോക്കിംഗ് ദാറ്റ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയായിട്ട് ഞാൻ നേരെ പ്രൊഫഷണലായിരിക്കും ബിക്കോസ് ഐ ഡിഡ് എ ലോട്ട് ഓഫ് ജോബ്. അപ്പോൾ വീട്ടിൽ വന്നപ്പം ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക്, ദിസ് ഈസ് മൈ പേഴ്സണൽ ലൈഫ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് മൈ പേഴ്സണൽ ലൈഫ്.
ആ ഒരു സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചറൽ ആവുക എന്ന് പറഞ്ഞിട്ടുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന സമൂഹത്തിൽ നമുക്ക് ഒരു നമ്മൾ പറയുന്നത് അതാണ്. നമ്മൾ ഈ സ്ട്രക്ചറിനെ മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനെ മാറ്റാൻ പറ്റാത്തത് മാറ്റത്തിന് മാത്രമാണെന്നുള്ളതാണ്. ആ ഒരു ബോധം ഉണ്ടാവുക. ഈ സ്ട്രക്ചറിനെ പാടെ ഇതാക്കിയിട്ട് എടാ ഞങ്ങളില്ലടാ ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക വെരി ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു ടീം ഓഫ് ആൾക്കാരെടുത്ത് വളർന്നിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു തുമ്പാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ വീണ്ടും വീണ്ടും പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുമ്പേനെ. അപ്പം ആ മാറ്റം ഐ റിയലി ബിലീവ് ദാറ്റ് വിൽ ചേഞ്ച് എ ലോട്ട്. ലൈക്ക് ഷെഡ്യൂൾഡ് പരിപാടികൾ ആൻഡ് ഇതുവരെയുള്ള നമ്മളുടെ ജേണിയിൽ സംഭവിക്കും വരെ സംഭവിച്ചോട്ടെ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ ആ ജേണി നമ്മളുടേത് എൻഡായി. ഇനി സംഭവിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സ്പേസിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ചേഞ്ച്. ആ ചേഞ്ച് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാലത്ത് നമ്മള് ലോകം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ സാധനം ഇതിങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറെ ഐഡിയോളജീസ് പറയുന്നു. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ നടന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ലോകം ഇങ്ങനെയാണ്. ഇവിടെ പല സാധനങ്ങളും എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കുറെ സാധനങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അപ്പോ ഇവിടെ എത്തിയ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട നമ്മൾ തുടങ്ങുകയാണ്. അതായത് വി ആർ ഓൺലി ഡൂയിങ് ഇറ്റ്. നമ്മൾ അവരോട് പറയില്ല നിങ്ങൾ ഇങ്ങനെ ആവണം എന്ന് പറയല്ല. വി ആർ മേക്കിംഗ് ദം ഡു തിങ്സ് ലൈക്ക് അക്കോർഡിംഗ് ടു നമ്മളൊരു പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു ഇവന്റ് പ്ലേസ് ചെയ്യുന്നു അതിനനുസരിച്ച് ആൾക്കാർ അത് ആ ഒരു ഹാർഡ് സാധനം ഞാൻ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ കാരണം തുമ്പ സ്റ്റോർസ് എന്നുള്ള പ്രൊഡക്ട്സ് എത്തി അത് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ലൈക്ക് വി ക്യാൻ സേ അല്ലേ അവിടുന്ന് എടുക്കുന്നു ഇവിടുന്ന് എടുക്കുന്നു വളരെ എളുപ്പമാണ്. റണ്ണിങ് എ ബിസിനസ് 20 സെക്കൻഡിൽ വർത്താനം പറയുന്ന സാധനം അത് നമ്മൾ തുമ്പ സ്റ്റോർസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തുടങ്ങുക. 20 സെക്കൻഡിന്റെ സാധനം നമ്മളിപ്പോ കഴിഞ്ഞ 1.5 മാസം സ്റ്റക്കാണ് നമ്മള്. പല സമയത്ത് നമ്മൾ ഭയങ്കര കഴിഞ്ഞിട്ടില്ല ലൈക്ക് ഓൾമോസ്റ്റ്. പക്ഷെ എനിക്കിപ്പോ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഞാൻ ആരെയും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ കൂട്ടത്തിലല്ല. ലൈക്ക് എനിക്ക് റെസ്പെക്ട് എന്നുള്ള വാക്ക് അതൊരു മ്യൂച്വൽ ഓർഗാനിക് ആയിട്ട് വരുന്ന ഒരു സാധനമാണെന്നൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവില് ഞാനും കുഞ്ഞാമിനൊക്കെ ഒരേ ടീമാണ്. അപ്പോൾ ലൈക്ക് ബിസിനസ് ചെയ്യുന്ന മനുഷ്യരോട് ഐ എം ഹാവിങ് എ ഹ്യൂജ് റെസ്പെക്ട്. ചെറിയൊരു ടാസ്ക് സിസ്റ്റം ബിൽഡ് ചെയ്യുക മാർക്കറ്റിംഗ് ആൻഡ് എവരിതിങ്. ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം. നമുക്ക് വലിയൊരു ലേണിംഗ് സ്പേസ് ആണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളത്. അതിൻ്റെ ഒരു ട്രിപ്പ് ആൻഡ് ഹെക്ടിക് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഐഡിയോളജി എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് കൺഫ്യൂഷൻ. കാരണം ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ഐഡിയോളജിസ്റ്റ് ആയിരുന്നു. ഒരു പ്രായത്തിൽ ഐഡിയോളജി ഞാൻ ഈ പാർട്ടിയുടെ കൂടെയാണ്, ഇതാണ് എന്റെ ആശയം, ഇങ്ങനെ വേണം ആൾക്കാർ ജീവിക്കാൻ. പക്ഷെ ഈ ലോകത്തെ ആൾക്കാർ പല ഐഡിയോളജിയിൽ ജീവിക്കുന്നു. അവിടെയാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആയത് വേർ ടു സ്റ്റേ എന്നുള്ളത്, ഏത് ഐഡിയോളജിന്റെ കൂടെ പോകണം എന്നുള്ളത്. കാരണം അങ്ങനെ പറയുമ്പോൾ അവർക്കൊക്കെ അവർ ചെയ്യുന്നതാണ് ശരി. ഓക്കെ, സോ ഐ വാണ്ട് ടു നോ എന്താ അവരുടെ ശരി എന്ന് പറയുന്ന സാധനങ്ങളിൽ എന്തുകൊണ്ട് അവർ ശരി എന്ന് പറയുന്നു. ഇപ്പൊ ഞാനൊരു മതം വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഇതാണ് എന്റെ ഐഡിയോളജി, ഇതാണ് എന്റെ ദൈവത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്. പക്ഷെ കുറച്ചു കാലം അവരുടെ ഐഡിയോളജിയിൽ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എനിക്ക് കിട്ടിയൊരു അവസരം, നല്ല അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല കൂട്ടുകാരുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി നല്ല അവസരം കിട്ടിയിട്ടുണ്ട്. അത് പല ഐഡിയോളജിയിൽ ജീവിക്കുന്ന ആൾക്കാർ എന്റെ അവരൊക്കെ എൻ്റെ അടുത്ത് നൈസായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ഐഡിയോളജിയിലാണോ ജീവിക്കുന്നത്, ഞാൻ അവിടെ ഒരു മാസം നിൽക്കുകയാണെങ്കിൽ ഓരോ ഐഡിയോളജിയിൽ തന്നെ ഞാൻ നിൽക്കാൻ ശ്രമിക്കുള്ളൂ. ഓരോ പ്രാർത്ഥന ഓരോ പ്രാർത്ഥനയുടെ കൂടെ ഞാൻ കൂടും, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ അവരവർക്ക് ശരിയാണ്, അതിൽ ജീവിക്കുമ്പോൾ അവരവർക്ക് ശരിയാണ്. അങ്ങനത്തെ സ്പേസിൽ ചെറുപ്പത്തിലേ ജീവിക്കുമ്പോൾ അതാണ് എന്റെ ശരി. അതുകൊണ്ടാണ് ഞാൻ ഐഡിയോളജീസിനെ കുറിച്ച് ഇപ്പൊ നമ്മളുടെ സ്കൂൾ സ്പേസ്, എഡ്യൂക്കേഷൻ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇപ്പൊ നിലവിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു, ഞാൻ മിനിയാന്നോട് സ്ട്രെസ്ഡ് ആയി സംസാരിച്ച
അതല്ല. അതിപ്പം പലരും നമ്മൾ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആവണം ആൾക്കാർ, അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അവിടെയുള്ള നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഒരു സാധനമല്ലോ, ലൈക്ക് വി ആർ ജസ്റ്റ് കോളിങ് ദാറ്റ്. അങ്ങനെയൊന്നും അല്ല സ്കൂൾസ് ആവേണ്ടതില്ല. അതിലൊക്കെ നമ്മളൊരു വലിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു സാധനം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വി ആർ നോട്ട് മീനിങ് ദാറ്റ് nobody can get a ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഈ ഇപ്പോഴുള്ള സമൂഹത്തിൽ. PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരാൾക്ക് കിട്ടാവുന്ന ഹയർ എഡ്യൂക്കേഷൻ പോയിന്റ്. അപ്പം അവരുടെ ജീവിത വീക്ഷണങ്ങൾ കാണുമ്പോൾ അവരെന്നെക്കാട്ടിലും മണ്ടന്മാരാണെന്നുള്ളൊരു സ്പേസിലേക്ക് എന്നെ കൊണ്ടുപോയി എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ കാൺ റെസ്പെക്ട് ദം ബിക്കോസ് ദേ ആർ ഡൂയിങ് ഷിറ്റി തിങ്സ് എന്നുണ്ടല്ലോ. അപ്പോൾ അതല്ല ഒരു മനുഷ്യനെ അളക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വലിയൊരു ബുദ്ധിയുള്ളൊരു ചങ്ങയാണല്ലോ അക്ഷയ് കുമാർ. പ്രേക്ഷകർ അത് മനസ്സിലാക്കാൻ തോന്നുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ടോക്ക് and whenever need to understand more things we will check this sessions like this. like session this like we just came ഇങ്ങനത്തെ വർത്താനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോഴും, കാരണം ഇൻപുട്ട് വേണമല്ലോ, നമ്മളെ ചിന്തകൾ വേറെ ആളടുത്ത് സംസാരിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യണം അപ്പോഴാണ്. അപ്പൊ ചിലരറിയും ടൂ മച്ച് ടോക്കിംഗ്. എനിക്ക് തോന്നുന്നത് ടൂ മച്ച് ടോക്കിംഗ് വേണം, പക്ഷെ ടൂ മച്ച് ഡൂയിങ്ങും വേണം. So this was the first podcast we did together and documented. So signing out from Ecomates. This is the place that person എന്തിനിപ്പോൾ ഇങ്ങനെയൊക്കെ ആവും. പണ്ട് മറ്റേ സുക്കർമാർക്കൊക്കെ ഒറ്റ കോളേജിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അങ്ങനത്തെ ഒരു സാധനം നമ്മൾ രണ്ടാമത് ഉണ്ടാവാൻ പോണില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തുമ്പ എന്തോ ആവാൻ പോവാണ്. something like hopefully connecting the next dot. Bye ഞാൻ യൂട്യൂബിലിടാം എൻ്റെ